നമസ്കാരം. SP ജോക്കോബ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CISR കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിൻ്റെ കീഴിൽ വരുന്ന ഗോവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന NIO നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫിയിൽ നിലവിൽ വന്നിരിക്കുന്ന ഒഴിവുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ NIO-01-2024-R&A. വിവിധ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളിൽ ഗോവയിലും റീജിയണൽ സെൻറ്റേഴ്സായ മുംബൈ, കൊച്ചി, വിശാഖപട്ടണം എന്നീ സ്ഥലങ്ങളിലുമായിരിക്കും നിയമനം ലഭിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 19 സെപ്റ്റംബർ 2024. ഇതിൻ്റെ ഹാർഡ് കോപ്പി ലഭിക്കേണ്ട അവസാന തീയതി 30 സെപ്റ്റംബർ 2024. ഇനി നമുക്ക് ഓരോ തസ്തികയെപ്പറ്റി നോക്കാം. പോസ്റ്റ് കോഡ് JST 241, 242, 243 ജൂനിയർ സ്റ്റെനോഗ്രാഫർ. 5 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. UR 3, EWS 1, ST 1. പേ ലെവൽ 4 ആണ്. 25,500 ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബേസിക് പേ. DA, HRA, TPTL എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് 45,000 രൂപയ്ക്ക് അടുത്ത് നിങ്ങൾക്ക് ശമ്പളമായിട്ട് ലഭിക്കും. ഇതിൻ്റെ അപ്പർ ഏജ് ലിമിറ്റ് 27 വയസ്സാണ്. 19 സെപ്റ്റംബർ 2024 അനുസരിച്ചാണ് പ്രായം കണക്കാക്കപ്പെടുന്നത്. അടുത്തത് JSF 241, 242 ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ്. 3 വേക്കൻസികളാണ്. UR 2, OBC 1 എന്നിങ്ങനെയാണ്. ഇതിൻ്റെ പേ ലെവൽ വരുന്നത് 2 ആണ്. 19,900 ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബേസിക് പേ. അതായത് അലവൻസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് 35,000 രൂപയ്ക്ക് അടുത്ത് നിങ്ങൾക്ക് ശമ്പളമായിട്ട് ലഭിക്കും. അപ്പർ ഏജ് ലിമിറ്റ് 28 വയസ്സ്. അടുത്തത് JSP 241 ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സ്റ്റോഴ്സ് ആൻഡ് പർച്ചേസ്. 1 വേക്കൻസിയാണ്. അത് UR-നാണ്. പേ ലെവൽ 2 വരുന്നതാണ്. 19,900 തന്നെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബേസിക് പേ വരുന്നത്. അതുപോലെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28 വയസ്സ് തന്നെയാണ്. അപേക്ഷാ ഫീസ് ജനറൽ, OBC, EWS എന്നീ കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 100 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. SC, ST, PWBD, സ്ത്രീകൾ, വിമുക്ത ഭടന്മാർ എന്നീ കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല. ഒന്നിൽ കൂടുതൽ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ പ്രത്യേകമായി അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷാ ഫീസും പ്രത്യേകം അടയ്ക്കണം. ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ പോസ്റ്റ് കോഡ് നമ്പർ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഓരോ തസ്തികയും ഓരോ കാറ്റഗറിയും നോക്കി. വിദ്യാഭ്യാസ യോഗ്യത ജൂനിയർ സ്റ്റെനോഗ്രാഫർ. ഒരു അംഗീകൃത ബോർഡിൽ നിന്നുള്ള +2 പാസ് കൂടാതെ സ്റ്റെനോഗ്രാഫിയിലുള്ള പ്രാവീണ്യം ഉണ്ടായിരിക്കണം എന്നും പറയുന്നുണ്ട്. അടുത്ത സ്കീം ഓഫ് എക്സാമിനേഷൻ OMR ബേസ്ഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. 200 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 2 മണിക്കൂർ പരീക്ഷാ സമയം. സബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ 100 ക്വസ്റ്റ്യൻ 100 മാർക്ക് എന്നിങ്ങനെ 200 മാർക്കിനായിരിക്കും പരീക്ഷ നടത്തുന്നത്. സ്റ്റെനോഗ്രാഫി ടെസ്റ്റിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ 80 വേർഡ്സ് പെർ മിനിറ്റ് ഡിക്റ്റേഷൻ ഉണ്ടായിരിക്കും. കൂടാതെ ട്രാൻസ്ക്രിപ്ഷൻ ടൈം ഇംഗ്ലീഷ് ആണെങ്കിൽ 50 മിനിറ്റ്, ഹിന്ദി ആണെങ്കിൽ 65 മിനിറ്റ് എന്നിങ്ങനെയായിരിക്കും. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സ്റ്റോഴ്സ് ആൻഡ് പർച്ചേസ്. വിദ്യാഭ്യാസ യോഗ്യത ഒരു അംഗീകൃത ബോർഡിൽ നിന്നുള്ള +2 പാസ് കൂടാതെ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡും പറഞ്ഞിട്ടുണ്ട്. സ്കിൽ ടെസ്റ്റിനാണെങ്കിൽ ഇംഗ്ലീഷ് 35 വേർഡ്സ് പെർ മിനിറ്റ്, ഹിന്ദിയിലാണെങ്കിൽ 30 വേർഡ്സ് പെർ മിനിറ്റ് എന്നിങ്ങനെയായിരിക്കും ടൈപ്പിംഗ് സ്പീഡ്. സ്കീം ഓഫ് എക്സാമിനേഷൻ പേപ്പർ 1 മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് 100 ക്വസ്റ്റ്യൻ 200 മാർക്ക്. പേപ്പർ 2 ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻ 150 മാർക്ക്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 50 ക്വസ്റ്റ്യൻ 150 മാർക്ക് എന്നിങ്ങനെയാണ്. അതായത് പേപ്പർ 1 ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം ലഭിക്കും. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. പേപ്പർ 2 ആണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വീതവും, നെഗറ്റീവ് ആണെങ്കിൽ ഓരോ മാർക്ക് വീതവുമാണ്. ഓരോ തസ്തികയുടെയും പരീക്ഷാ സിലബസ് നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. www.nio.res.in എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾ സമർപ്പിച്ചതിന് ശേഷം പ്രിൻ്റ് ഔട്ട് എടുത്ത് ബന്ധപ്പെട്ട രേഖകളുടെ കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് വേണം അയക്കാൻ. അപേക്ഷ അയക്കുന്ന എൻവലപ്പിൻ്റെ മുകളിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, ആ പോസ്റ്റിൻ്റെ പേര്, അതിൻ്റെ പോസ്റ്റ് കോഡ് എന്ന് വ്യക്തമായിട്ട് എഴുതേണ്ടതാണ്. അപേക്ഷ അയക്കേണ്ട മേൽവിലാസം ദ കൺട്രോളർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി, ഡോണ പൗല, ഗോവ 403004 എന്ന മേൽവിലാസത്തിലായിരിക്കണം അപേക്ഷകൾ അയക്കേണ്ടത്. അപേക്ഷയുടെ ഹാർഡ് കോപ്പിയും ഫീസ് അടച്ച റെസിപ്റ്റും ലഭിച്ചാൽ മാത്രമേ അപേക്ഷയായി പരിഗണിക്കുകയുള്ളൂ.
ഹാർഡ് കോപ്പി അയക്കുന്നതിന് മുൻപ് ഒരു ചെക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപേക്ഷയോടൊപ്പം അയക്കേണ്ടത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി എല്ലാം വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എങ്ങനെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കണം എന്ന് വ്യക്തമായിട്ട് വിജ്ഞാപനത്തിൽ നൽകിയിട്ടുണ്ട്. മറ്റ് വിവരങ്ങൾ അറിയുവാൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കാണുക. നോട്ടിഫിക്കേഷൻ ലിങ്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുവാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടാതെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള ജോലി സംബന്ധമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്